വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഈ സ്ഥലമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അപ്പോൾ ഇതാ ഈ ഫസ്റ്റ് ഈ ചക്ക എന്തിനാണ് ഇവിടെ വെച്ചതെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ തണ്ണീർമത്തം പോലെ ഇന്ന് ചക്ക ചിപ്സാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതേപോലെ എൻ്റെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മാറ്റി ഫൺ വിത്ത് മീനു ആക്കി. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും സാഹചര്യത്തിൽ പേര് മാറ്റാൻ കഴിയും. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറയാതെ. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം. അപ്പോൾ ഇവിടെ നമ്മൾ 3 പീസാക്കിയിട്ടാണ് നമ്മൾ ഇതെന്താ പറയുക ചക്കേനെ 4 ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇതേപോലത്തെ ഒരു ഇതാക്കുന്ന വേരുണ്ട് കേട്ടോ. ഇതേപോലത്തെ ചെറിയ ചെറിയ ഇതാക്കിയിട്ടുണ്ട്. ഇങ്ങനെ വേസ്റ്റസ് ഉണ്ടാവും. ഇതിനെ ഇത് കളയണം. ഇതിങ്ങനെ മല്ല എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ വേസ്റ്റസ് ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ അറിയാമല്ലോ അല്ലേ, ഇത് പാറുവാണ്. പിന്നെ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഫ്രഷ് ആക്കി എടുത്തിട്ട് നമുക്കിതാ ഇതിങ്ങനെ കീറണം. എന്നിട്ട് ഇതിൻ്റെ കുരു ഉണ്ടാവാം. നമുക്ക് വൃത്തിയൊക്കെ ഇടാം. ഇങ്ങനെ നമ്മളിങ്ങനത്തെ ചോളയാക്കി വെക്കണം. അപ്പം ഞാൻ എല്ലാം ചോളയാക്കിയിട്ട് പാറുവിനെ അറിയില്ല കേട്ടോ. അപ്പം നമുക്ക് ഇതൊക്കെ ഞാനിപ്പോൾ കാണിച്ചെന്ന പോലെ നിങ്ങളെല്ലാവരും ചെയ്യണം. അപ്പം നമുക്ക് ചെയ്തിട്ട് വരാം. ഞാൻ കാര്യം പറഞ്ഞു. പാറു ഹായ് മൈ ഫ്രണ്ട്സ്. അപ്പം ഞാൻ ചെയ്ത പോലെ ക്ലീൻ ആക്കിയിട്ടൊക്കെ വരാം. അപ്പോൾ നമ്മൾ ചക്കേൻ്റെ കുരുവൊക്കെ വേസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇത് ചക്ക മാത്രമാണ് കേട്ടോ. ഇപ്പോൾ ഇനി നമുക്കിതിനെ ഒരു കത്രിക വെച്ചിട്ട് ഇതാ നല്ലോണം ഇങ്ങനെ മുറിക്കുക. വേണമെങ്കിൽ നിങ്ങൾ കത്തി വെച്ച് മുറിക്കുക, വേണമെങ്കിൽ കത്രിക വെച്ച് മുറിക്കുക. എനിക്ക് കത്രിക വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ മുറിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ചക്ക നന്നായിട്ട് ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു കഴിയാറായിട്ടുള്ള രീതിയിലായി. പിന്നെ എനിക്കൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇതെൻ്റെ അമ്മയുടെ വീടാണ്. അപ്പോൾ അമ്മ വീട്ടിലെ കാഴ്ചകൾ കണ്ടാലോ എന്നിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഇപ്പം തന്നെ പോയിട്ട് നോക്കുക. പറഞ്ഞിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇത്ര ചക്ക ആയിരുന്നില്ല കേട്ടുള്ളത്, ഇനിയുണ്ട് അവിടെ കുറേ, അതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അടുത്ത പണിയിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ ചക്ക വെള്ളത്തിലേക്ക് കഴുകാൻ ഇട്ടിട്ടുണ്ട്. ഇത് ഇപ്പുറത്തെ ബൗളിലേക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇളക്കി കൊടുക്കാം. കൈ വെച്ച് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. ചൂടായ എണ്ണയിലേക്ക് നമ്മളെ ചക്ക ഇട്ടു. ചക്കയിൽ മഞ്ഞപ്പൊടി വറുത്ത് വെച്ചത് ഇളക്കി കൊടുക്കാം. ഇത് ക്രിസ്പി ആവാൻ ഒരു ക്രിക്കറിന്ന് വെച്ച് തരാം. അത് ആവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോരി എടുക്കാം. നമ്മൾ ചക്ക ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇത് പാറൂണ് കൊടുക്കാം. നല്ല ക്രിസ്പായിട്ടുണ്ട്. അടിപൊളിയല്ലേ പാറു? അടിപൊളിയല്ലേ? ഇപ്പൊ നല്ല ക്രിസ്പായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാം. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ.